പ്രേക്ഷകർക്കും ധീമഹിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ഭേദനാശിനി എന്ന് പറയുന്ന ദേവിയുടെ 179ാമത്തെ നാമത്തിന്റെ അർത്ഥമാണ്. ഓം ഭേദനാശിനി നമഃ എന്ന് നമുക്കതിനെ മന്ത്രരൂപത്തിൽ ചൊല്ലാം. ഓം ഭേദനാശിനി നമഃ. എല്ലാ മനുഷ്യരിലും ഭേദചിന്തയുണ്ട്. ഈ പറയുന്ന എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. എവ്രി വൺ ഓഫ് us will have that kind of ഒരു ഭേദചിന്ത. അവർ വ്യത്യസ്തമായിട്ട് മാത്രമേ കാര്യങ്ങളെ കാണുന്നുള്ളൂ എന്നർത്ഥം. ഇത്, അത്, മറ്റത്, വേറൊന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാത്തിനെയും പ്രത്യേകമായിട്ടാണ് കാണുന്നത്. ആയിരം പേരുകള്, രൂപങ്ങള്, ഭാവങ്ങള്, വിഷയങ്ങള്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ആയിരമൊന്നുമല്ല, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വൈവിധ്യമുള്ള വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞതാണ് ഇവിടെ. ജീവികളാണെങ്കിലും ശരി, സസ്യങ്ങളാണെങ്കിലും ശരി, മൈക്രോബ്സ് അഥവാ സൂക്ഷ്മജീവികളാണെങ്കിലും ശരി, ഇവിടെ ഉള്ള എല്ലാ ഈ പ്രപഞ്ചഭൂതമായിട്ടുള്ള എല്ലാ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന കാര്യങ്ങളൊക്കെ തന്നെ, കരയാണെങ്കിലും ആകാശമാണെങ്കിലും അതിലെ നക്ഷത്രങ്ങളാണെങ്കിലും ഗ്രഹങ്ങളാണെങ്കിലും നീഹാരികളാണെങ്കിലും ധാരാവസങ്ങളാണെങ്കിലും ഛിന്നഗ്രഹങ്ങളാണെങ്കിലും എല്ലാം 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 എവിടെ നോക്കിയാലും വ്യത്യസ്ത രൂപങ്ങള്, വ്യത്യസ്ത ഭാവങ്ങള്, വ്യത്യസ്ത വലിപ്പത്തിലുള്ള, വ്യത്യസ്ത നിറങ്ങളിലുള്ള, വ്യത്യസ്ത ഗന്ധമുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ വ്യത്യസ്തത എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ കൂടപ്പിറപ്പാണ്. വ്യത്യസ്തമായ വിഷയങ്ങളുമുണ്ട്. ഇതൊരു വൈവിധ്യം നമുക്ക് വിളിക്കാം. അതായത് വിവിഡിറ്റി അല്ലെങ്കിൽ വൈവിധ്യം, ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം. വൈവിധ്യം, അതിൽ ഏകത്വം അഥവാ യൂണിറ്റി നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്റെ അല്ലെങ്കിൽ ഉപാസകന്റെ ജന്മസാഫല്യം എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് വസ്തുക്കളിലുള്ള ഏകത്വം, ആ വൈവിധ്യമാർന്ന ലോകത്തിലെ വിവിധ വിഷയങ്ങളിൽ എല്ലാത്തിനും കൂടി ഉള്ളിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഏതോ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ പ്രപഞ്ച ബോധമുണ്ട് എന്നുള്ള പരമമായിട്ടുള്ള തോന്നല് അവരിൽ ഉണ്ടാവണം. അങ്ങനെ അത് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജന്മസാഫല്യം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ ജന്മസാഫല്യം ആരാണ് തരുന്നത് എന്ന് ചോദിച്ചാൽ ദേവിയാണ് തരുന്നത്. ഷീ ഗിവ്സ് യു ദിസ് അവയർനെസ് ആൻഡ് thereby എന്താണ് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ ഓർ കണ്ടന്റ്മെന്റ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ഇരുത്തം വരുന്ന അർത്ഥം. എല്ലാം ഒന്നാണ്. ഓൾ ആർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി ഡിവൈൻ ഗോഡസ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവിയുടെ രൂപഭാവ പരിണാമങ്ങളാണ്. അത് പ്രകർഷേണ ഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയലൈസേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദേവിയാണ്. നമുക്ക് ഈ ഭേദബുദ്ധിയുള്ള കാലത്തോളം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവും. സുഖം വരുന്നു, കുറെ കഴിയുമ്പോൾ ദുഃഖം വരുന്നു. അപ്പൊ നമ്മൾ സുഖവും ദുഃഖവും രണ്ടായിട്ട് കാണുന്നു. രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു അവയർനെസ് നമുക്കില്ല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ അത് നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്നു. ശത്രുവിനെ ശത്രു എന്ന് കാണുന്നു, മിത്രത്തിനെ മിത്രം എന്ന് കാണുന്നു. സ്വന്തം എന്നുള്ളത് പ്രത്യേകം കാണും, അന്യരുടെ എന്നുള്ളത് പ്രത്യേകം കാണും. ജയം പരാജയം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും. അപ്പൊ അതിന് അങ്ങനെ വ്യത്യസ്തമായിട്ട് കാണുന്നതിനെ നമ്മൾ ദ്വന്ദ്വങ്ങൾ എന്ന് പറയും. ദ്വന്ദ്വങ്ങൾ, ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിട്ട് കാണുക. അതായത് എല്ലാ ദ്വന്ദ്വങ്ങൾക്കും മൂലകാരണം എന്ന് പറയുന്നത് ആ ഭേദബുദ്ധിയാണ്. ആ ഭേദബുദ്ധി പരിഹൃതമാകിയാൽ അല്ലെങ്കിൽ പരിഹൃതമായാൽ പിന്നെ ദുഃഖമേ ഇല്ല എന്നർത്ഥം. അപ്പോൾ അതെല്ലാത്തിനെയും പലതായി കാണുന്ന, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞാൽ ആയിരം നാമങ്ങൾ, രൂപങ്ങൾ, വിഷയങ്ങൾ, ഇതൊക്കെയാണ് പ്രപഞ്ചം. അതേപോലെ തന്നെ ജീവൻ, ഈശ്വരൻ, പ്രപഞ്ചം, മായ, ശക്തി, ഇങ്ങനെ 5 ഭേദങ്ങളും അതൊക്കെ ഇല്ലാതാകുന്ന തരത്തിൽ നമുക്ക് അറിവും ബലവും ജ്ഞാനവും നൽകുന്ന ആളാണ് ദേവി എന്നാണ്. അതായത് പ്രപഞ്ച മാതാവ് എന്നർത്ഥം. അമ്മയ്ക്ക് ഈ ഭേദമില്ല, ഭേദനാശിനിയാണ്. ആ ഉള്ള ഭേദത്തെ അമ്മ നശിപ്പിക്കുന്നു. നിർഭേദയും ഭേദനാശിനിയുമാണ് എന്നാണ് അർത്ഥം. ഇപ്പം 179ാമത്തെ നാമം ഭേദനാശിനി എന്നുള്ളതിൻ്റെ നിർവചനം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്തത് 180ാമത്തെ നാമമാണ് നിർനാശ. ആ നാമത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.